അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കൊണ്ടോട്ടിയിൽ ഒരു പിഞ്ചു കുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ച വിവരം നമ്മളൊക്കെ അറിഞ്ഞു കേട്ടു. ഏറെ നമ്മെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ്. ആ കുട്ടി സാധാരണയിൽ നടക്കുന്ന പരിചയമുള്ള ഒരിടമായിട്ടും ഈ മഴക്കാലത്ത് അപകടം ആ കുഞ്ഞിനെ തേടിയെത്തിയത്, പ്രത്യേകിച്ചും മഴക്കാലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ആയിരിക്കില്ല. നമ്മുടെ തോടുകളും പാടങ്ങളും കുഴികൾ വന്നിട്ടുണ്ടാകും, അടിയിൽ നല്ല കുത്തൊഴുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ മഴക്കാലമല്ലാത്ത ദിവസങ്ങളിൽ തോട്ടിലിറങ്ങുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ, ഒന്ന് കാല് വഴുതിയാൽ, ഒന്ന് സ്ലിപ്പായാൽ അത് എന്നേക്കും നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു അപകടമായി മാറും. അങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മദ്രസകളും സ്കൂളുകളും അവധിയാണെന്ന് പറയുമ്പോൾ കുട്ടികൾ ആ അവധി സമയങ്ങളെ ആനന്ദമാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഇടമാണ് പാടങ്ങളും തോടുകളും. കാരണം മഴ പെയ്ത് നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളും തോടുകളും കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കൾ ഒരു കാരണവശാലും നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള തോടാണെങ്കിലും പാടമാണെങ്കിലും ഈ മഴക്കാലത്ത് കുട്ടികളെ അങ്ങോട്ട് വിടാതിരിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിൽ രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്ക് പരിചയമുള്ള സ്ഥലമാണ് എന്ന് നമ്മൾ കരുതിയാലും അതിൻ്റെ അടിയൊഴുക്കും പുതുതായി തോട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകുന്ന കുഴികളുമൊക്കെയാണ് ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഒപ്പം കുട്ടികളുണ്ടാകും, പക്ഷേ ഒരു കുട്ടി ഒഴുക്കിൽപ്പെടുന്നത് മറ്റുള്ളവർ ശ്രദ്ധിച്ചോളണമെന്നില്ല, രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. നമ്മളൊക്കെ രക്ഷിതാക്കൾ അവിടെ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് അപകടം വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് സ്കൂളും മദ്രസകളും ട്യൂഷൻ സെൻ്ററുകളുമൊക്കെ അവധിയാണ് എന്ന് കളക്ടർ പ്രഖ്യാപിക്കുമ്പോൾ അത് ആനന്ദത്തിൻ്റെ, ആവേശത്തിൻ്റെ ഒരവധിയായി നമ്മൾ കാണേണ്ടതില്ല. വീടിൻ്റെ ഉള്ളിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്. ഈ പ്രത്യേകമായിട്ടുള്ള മഴക്കെടുതിയിൽ നമുക്ക് കിട്ടുന്ന അവധികൾ അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. ഇനിയൊരു കുഞ്ഞിൻ്റെ അപകട വാർത്ത, ഒഴുക്കിൽപ്പെട്ടുള്ള ഒരു അപകട വാർത്ത നമുക്ക് കേൾക്കാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.